ഇന്നത്തെ ഈ ചടങ്ങ് നടക്കുന്നത് ജനുവരി മാസം 9-ാം തീയതി. കഴിഞ്ഞ വർഷവും ജനുവരി മാസം 9-ാം തീയതി ഇവിടെ ഒരു ചടങ്ങ് നടന്നു. അത് നമ്മളുടെ ധ്യാന മണ്ഡപം ശ്രീ അനൂപ് നിർമ്മിച്ച് സമർപ്പിച്ചതിൻ്റെ സമർപ്പണമായി. അതിൻ്റെ 1-ാം വാർഷികത്തിൽ തന്നെ സ്വാമി ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികളുടെ തിരുനാമധേയത്തിൽ ഒരു സ്മാരക ഹാള് സമർപ്പണം ചെയ്തിരിക്കുന്നു. മാഞ്ഞാലിയിലെ മെഡിക്കൽ കോളേജ് ഇന്നത്തെ രൂപത്തിൽ നിലനിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മളുടെ മുരളീധര പണിക്കരും ശ്രീ അനൂപും ഒക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങൾ വളരെ വലുതാണ്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് എത്രയും സഹായകമായി നിലകൊള്ളും. ഇന്ന് തന്നെ ഇവിടെ ആലുവയിലുള്ള സേവിക സമാജത്തിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നിരുന്ന വാൽമീകി ഗിരി ആ സ്ഥലം അത് ഇന്നിവിടെ ശിവഗിരിയിലേക്ക് തിരിച്ചു നൽകിയ സമർപ്പിച്ചതിൻ്റെയും ചടങ്ങ് ഇവിടെ നടന്നു. അതേസമയത്ത് തന്നെ ഇവിടെ അദ്വൈതാശ്രമത്തിൽ ഇത്രയും കാര്യങ്ങൾ ധർമാനന്ദ സ്വാമിയുടെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എന്നോട് പ്രകാശനം ചെയ്യാൻ ആവശ്യപ്പെട്ടത് ഈ പുസ്തകത്തിൻ്റെ കാതൽ എന്നതിന് വേറെ അർത്ഥമുണ്ട്. പക്ഷെ കാതലായ കാര്യം ഇത് സിനിമ മോഹികളായ കുറച്ച് ആളുകളുടെ കഥയാണ്. അത് മനസ്സിലാക്കുവാനും താല്പര്യമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നോവലായിരിക്കും അത്. അതിന് ഞാൻ ഇവരെ ശ്രീമതി അരുവിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് അതിൻ്റെ പ്രകാശന കർമ്മം ചെയ്തതായിട്ടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആലുവ അദ്വൈത ആശ്രമത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ കാലത്തെ ഞാൻ വരുമ്പോൾ തന്നെ പ്രത്യേകമായ ഒരു ചൈതന്യം ഇവിടെ നിഴലുന്നുണ്ടായിരുന്നു. മഹാഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വചിന്തകൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അനേകം ആശ്രമങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അതിലൊന്നാണ് ഈ അദ്വൈതാശ്രമം ആലുവയിൽ. ശ്രീ ഗുരുദേവൻ്റെ പാദങ്ങൾ നിറഞ്ഞ ഈ പുണ്യഭൂമിയിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായത് ഒരുപക്ഷെ എൻ്റെ ഈ ജന്മത്തെ ഏറ്റവും വലിയ പുണ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു ഹാള് നിർമ്മിച്ച് ഇതിന് എന്നേക്കുമായിട്ട് തരാനും ഉള്ളൊരു അവസരം തന്ന സ്വാമിജിമാർ, ആശ്രമത്തിലുള്ള എല്ലാം, സച്ചിദാനന്ദ സ്വാമിജി, എല്ലാവർക്കും എൻ്റെ നമസ്കാരം.